Assalamu alaikum. Our last class we discussed how English East India Company exploit the farmers, weavers and tribals. As a result of these exploitations, the farmers, weavers and tribals who lost their livelihood. These peoples started the rebellions against the company rule or zamindars. Do you know who were zamindars? Zamindars were the middlemen of the company. Then, though not well organized, the resistance against the company because the common different parts of the country. Peasants' revolt started at the very beginning of the company rule. In 19th century, several rebellions broke out in Malabar. It was led by the Mappila tenants and are known as Mappila rebellions. Similar rebellions burst out in Bengal and are known as Farasi rebellions. Besides the peasants, tribals also rose in revolt against the company. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ബ്രിട്ടീഷുകാരുടെ എക്സ്പ്ലോയിറ്റേഷന് വിധേയമായ ഫാർമേഴ്സ്, ട്രൈബൽസ് അതുപോലെ വീവേഴ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ചൂഷണത്തിൻ്റെ ഫലമായി അവർക്ക് അവരുടെ ജീവിതോപാധി നഷ്ടപ്പെട്ടു, ഭൂമി നഷ്ടപ്പെട്ടു എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇങ്ങനെ കൃഷിഭൂമിയും തൊഴിലും നഷ്ടപ്പെട്ട കുറേ വിഭാഗം ആളുകൾ കമ്പനിക്കെതിരായി മാറി. ഇതിനിടയിലാണ് 19th സെഞ്ച്വറിയുടെ തുടക്കത്തോടു കൂടി ടെനൻസ് റിവോൾട്ട്, മാപ്പിള റെബല്യൻസ് തുടങ്ങുന്നത്. അതായത് മാപ്പിള റെബല്യൻസ് എന്ന് പറഞ്ഞാൽ മാപ്പിളമാരായ കർഷകർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി പ്രതിഷേധം ആരംഭിക്കുന്നു. അതുപോലെ ബംഗാളിലെ ഫറാസി ടെനൻസ്, ഫറാസികൾ എന്നറിയപ്പെടുന്ന കുടിയാന്മാരും ബ്രിട്ടീഷുകാർക്കെതിരായി സമരം നടത്താൻ തുടങ്ങി. കർഷകർ മാത്രമല്ല, കുറേ ഗോത്രവർഗക്കാരും ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി സമരം നടത്തി. അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ദ മേജർ ട്രൈബൽ ഗ്രൂപ്പ്സ് ദാറ്റ് ഓർഗനൈസ്ഡ് ദ റെബല്യൻസ് ആർ ദ ഫസ്റ്റ് വൺ ദ ബിൽസ് ഇൻ മറാത്ത, the Kolis in Ahmednagar, the Kols in Chota Nagpur, the Sandals in Rajmahal Hills, the Kurichens in Wayanad. ഇത്രയും വിഭാഗക്കാരാണ് കർഷകരെ കൂടാതെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ, ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ്റെ ഫലമായി ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തിയ ഗോത്രവർഗക്കാർ, ട്രൈബൽസ്. അതാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ പഠിച്ചത്. First, Mappila rebellion and Farasi rebellions. Mappila rebellions conducted by the Mappila tenants in Malabar. Farasi rebellions conducted by the tenants in Bengal and are known as Farasi rebellions and Mappila rebellions. Then next we discuss what is Sandal rebellion. Sandal rebellion. Sandals were the inhabitants of Rajmahal Hills in Bengal provinces. The main reason of the Sandal rebellions was exploitation faced from the company officials and money lenders. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ ചൂഷണത്തിനെതിരെയും അതുപോലെ മണി ലെൻഡേഴ്സിൻ്റെ ചൂഷണത്തിനെതിരെയും ബംഗാളിലെ രാജ്മഹൽ കുന്നുകളിൽ ജീവിക്കുന്ന സാന്താൾ ഗോത്രവർഗക്കാർ നടത്തിയ സമരമാണ് സാന്താൾ റെബല്യൻ. സാന്താൾ റെബല്യൻസ് കണ്ടക്റ്റഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് സിദ്ധു ആൻഡ് കാൻഹു. വാട്ട് ഈസ് സാന്താൾ റെബല്യൻ? സാന്താൾസ് were the inhabitants of the Rajmahal Hills in Bengal provinces. The main reason of the Sandal rebellions was the exploitation faced from the company officials and money lenders. Sandal rebellions was conducted under the leadership of Sidhu and Khan. ഇപ്പോൾ നമ്മൾ
ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്ത കർഷകർ, ഗോത്രവർഗക്കാർ, നെയ്ത്തുകാർ അവരൊക്കെ എങ്ങനെ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതിഷേധിച്ചു. അതാണ് നമ്മൾ മലബാർ റബല്യനും ഫറാസി റബല്യനും സാന്താൾ റബല്യൻസിലും ഒക്കെ പഠിച്ചത്. ഇനി ഇവർ മാത്രമായിരുന്നില്ല. ദ കിങ്സ് ആൻഡ് ചീഫ്റ്റിയൻസ് ഹൂ ലോസ്റ്റ് ദെയർ പവർ വേർ അനദർ ഗ്രൂപ്പ്. സോ ദേ ലെഡ് ദ റെബല്യൻസ് എഗെയിൻസ്റ്റ് ദ കമ്പനി റൂൾ. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഫലമായി അധികാരം നഷ്ടപ്പെട്ട രാജാക്കന്മാരും പ്രഭുക്കന്മാരും അവരുടെ ഒരു ഗ്രൂപ്പും ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി മാറി. അത്തരത്തിലുള്ള ഇമ്പോർട്ടൻ്റ് കിങ്സും ചീഫ്റ്റിയൻസുമായിരുന്നു രാജ ജയ്ത് സിംഗ് ഓഫ് അവധ്, വീരപാണ്ഡ്യ കട്ടബൊമ്മൻ ഓഫ് തിരുനെൽവേലി, മരുത്തു പാണ്ഡ്യൻ ഓഫ് ശിവഗംഗ, പഴശ്ശിരാജ ഓഫ് മലബാർ, കിട്ടൂർ ചെന്നമ്മ ഓഫ് കർണാടക, വേലുത്തമ്പി ദളവ ഓഫ് ട്രാവൻകൂർ ആൻഡ് ലാസ്റ്റ് വൺ പാലിയത്തച്ചൻ ഓഫ് കൊച്ചി. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പ്രതിഷേധിച്ച രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും കൂട്ടങ്ങളാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത്. അതിൽ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് പഴശ്ശി റിവോൾട്ടാണ്. ദ റെബല്യൻസ് ഇൻ കേരള. പഴശ്ശി revolt was one of the major revolt in Kerala. The main reason of this revolt was British lifted the Pazhassi Raja's right to collect the taxes from the Kottayam in North Malabar. Pazhassi led guerrilla war against the British in the forest of Wayanad. പഴശ്ശി റിവോൾട്ടിനുള്ള പ്രധാനപ്പെട്ട കാരണം ബ്രിട്ടീഷുകാർ കോട്ടയം ഭാഗത്തെ നികുതി പിരിക്കാനുള്ള അധികാരം പഴശ്ശി രാജാവിൽ നിന്നും മാറ്റിയതാണ്. പഴശ്ശി രാജാവിനെ ബ്രിട്ടീഷുകാർക്കെതിരാക്കി മാറ്റിയത്. പഴശ്ശി രാജ ഗറില്ല യുദ്ധമുറ അഭ്യസിച്ച ആളായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ ഗറില്ല ഫൈറ്റാണ് അദ്ദേഹം നടത്തിയത്. അതിന് അദ്ദേഹത്തെ സഹായിച്ച ഇമ്പോർട്ടൻ്റ് പേഴ്സൺസ് ആയിരുന്നു തലക്കൽ ചന്തു, കൈത്തേരി അമ്പു, എടച്ചന കുങ്കൻ, അത്തൻ ഗുരുക്കൻ. These were the prominent leaders who fought with Pazhassi Raja in the revolt. The revolt ended with the death of Pazhassi Raja. ഗറില്ല വാർ നടത്തിയെങ്കിലും ആ യുദ്ധത്തിൽ പഴശ്ശി രാജ മരണപ്പെടുകയാണ് ചെയ്തത്. നെക്സ്റ്റ് ട്രാവൻകൂറിലാണ്. ട്രാവൻകൂറിൽ റിവോൾട്ടിനുള്ള ഈ റെബല്യൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു എന്നാണ് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്. ഇൻ ട്രാവൻകൂർ the anti-British revolt were led by വേലുത്തമ്പി ദളവ. ട്രാവൻകൂറിൽ ബ്രിട്ടീഷുകാർക്കെതിരായ പ്രതിഷേധ സമരം നടത്തിയത് വേലുത്തമ്പി ദളവയായിരുന്നു. വാട്ട് വാസ് ദ റീസൺ ഓഫ് ദിസ് റെബല്യൻ? ദ കോൺസ്റ്റന്റ് ഇന്റർവെൻഷൻ ഓഫ് ദ കമ്പനി ഇൻ ദ ഹോം അഫയേഴ്സ് ഓഫ് ട്രാവൻകൂർ ഹിൻഡേർഡ് ദ സ്മൂത്ത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദളവ. തിരുവിതാംകൂറിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ കമ്പനി അമിതമായി ഇടപെട്ടതാണ് ദളവയെ ആർക്കെതിരാക്കി മാറ്റിയത്? ബ്രിട്ടീഷുകാർക്കെതിരാക്കി മാറ്റിയത്. ദിസ് വാസ് ദ റീസൺ ഫോർ ദ ദളവ ടേൺ എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. ദ ഫേമസ് കുണ്ടറ പ്രൊക്ലമേഷൻ ആക്ട് ഇൻ 1809 ദളവ കോൾഡ് അപ്പോൺ ദ പീപ്പിൾ ടു ഫൈറ്റ് എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. ദളവ defeated by the British. കുണ്ടറ പ്രൊക്ലമേഷൻ ആക്ട് 1809 പ്രഖ്യാപിച്ചിട്ട് ദളവ പറഞ്ഞത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ളൊരു പ്രഖ്യാപനമാണ്. അതാണ് 1809 കുണ്ടറ പ്രൊക്ലമേഷൻ ആക്ട്. പക്ഷേ ബ്രിട്ടീഷുകാർ ദളവയെയും പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത്. വാട്ട് യു ഹാവ് അണ്ടർസ്റ്റാൻഡ് ഫ്രം ടുഡേസ് ക്ലാസ്? ഫസ്റ്റ് വി സ്റ്റഡീഡ് what is Malabar Rebellion and Farasi Rebellion. Malabar Rebellion conducted by the Mappila tenants in Malabar area. Then Farasi Rebellion conducted peasants in Bengal. Then next you also studied the major tribal groups that organized the rebellions are Bills in Maratha, Colis in Ahmednagar, Coles in Chota Nagpur,
Santals in Rajmahal Hills. A last one, the Kurichians in Wayanad. Then next we studied what is Santal rebellion. Santals were the inhabitants of the Rajmahal Hills in Bengal provinces. The main reason of this revolt was they faced the exploitations from the company officials and money lenders. The main leader of this revolt was Sidhu and Kanhu. Sidhu and Kanhu conducted the Santal rebellion. Then next, important kings and chieftains who lost their power and they were started the rebellions against the company. The first we studied the Palashi revolt. What was the reason for the Palashi revolt? The company lifted the Palashis' right to collect the taxes from the Kottayam in North Malabar. Then Palashi Rajas led guerrilla war against the British. Palashi revolt was important revolt in Kerala. Then next, last one we studied what was the reasons for Veluthambi started rebellion against the company. The constant intervention of the company in the home affairs of the Travancore hindered the smooth administration of the Dalava. This was the main reasons Dalava turns against the British. The last one, what is Kundara Proclamation Act? Kundara Proclamation Act introduced by Veluthambi Dalava in 1809. Dalava called upon people to fight against the British. This is Kundara Proclamation Act. So, I wind up today's class. Okay, thank you.